ഒട്ടും എണ്ണ ചേർക്കാത്ത എന്നാൽ ടേസ്റ്റിന് യാതൊരു വ്യത്യാസവുമില്ലാത്തൊരു കടലക്കറി കേട്ടോ അത്. ഓയിൽ ഫ്രീ കുക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ റെസിപ്പി കേട്ടോ അത്. ഓൾറെഡി ഓയിൽ ഫ്രീ ഗ്രീൻ പീസ് കറി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ റിലേറ്റഡ് ഷോർട്സിൽ കൊടുക്കാം. പുട്ടിനോടോ അല്ലെങ്കിൽ പത്തിരിയോടോ ചപ്പാത്തിയോടോ ഏതിനോടും ഒരു നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് നമ്മൾ തലേന്ന് രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല ഇടുക. അതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, അതിനോടൊപ്പം തന്നെ ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, കൂടാതെ ഒരു 2 പച്ചമുളക് നടുവെ കീറിയത്, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതിനുശേഷം കടല വേവാൻ ആവശ്യമുള്ള വെള്ളമൊഴിച്ച് സിമ്മിൽ ഒരു 4 മുതൽ 5 വിസിൽ വരുന്നത് വരെ കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് വേവാൻ വേണ്ടി വയ്ക്കും. അടുത്തായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. കരിഞ്ഞു പോവാതെ നോക്കണം. അടുത്തതായിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് സോട്ട് ചെയ്യുക. ഇത് പൊടികളുടെ പച്ച മണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, അതിനോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടി, കൂടാതെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല എടുക്കാം. കൂടാതെ കുറച്ച് വെള്ളവും ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അടുത്തതായിട്ട് ഈ പേസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് ഇളക്കി നമുക്ക് കറി ഇറക്കി വയ്ക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. കാരണം ഇതിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, തക്കാളി യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് കുറവാണ്. ഇനി ഓപ്ഷണലായിട്ടൊരു കാര്യം പറയാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വെറുങ്ങനെ ഒന്ന് വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ തന്നെ ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.